താങ്ക് യു വീണ. വീണയിൽ കൂടെ നമ്മൾക്ക് കേൾപ്പിച്ച ദൈവാലോചനയ്ക്കായിട്ട് നന്ദി പറയുകയാണ്. നമുക്കെല്ലാം ബന്ധങ്ങളുണ്ട്. ബന്ധങ്ങളില്ലാത്ത ആരും ഇവിടെ ഇരിപ്പില്ല അല്ലേ? പല ബന്ധങ്ങളുണ്ട്. നമുക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, അമ്മായിയപ്പനുണ്ട്, അമ്മായിയമ്മയുണ്ട്, അയൽവാസികളുണ്ട്, കൂട്ടുകാരുണ്ട്, കോവർക്കേഴ്സ് ഉണ്ട്, സഭാവിശ്വാസികൾ, നമ്മുടെ സഭയിൽ ഒരുമിച്ച് വരുന്നവർ. സോ നമുക്ക് ഒത്തിരി ബന്ധങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഇന്ന് ബന്ധങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ബന്ധങ്ങളെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ഈ ബന്ധങ്ങളാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിന് നല്ല അർത്ഥം കൊണ്ടുവന്ന് നിറവും കൊണ്ടുവരുന്നത്. പക്ഷേ കുറച്ചും കൂടെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ, ജീവിതത്തിലെ ചില ഏറ്റവും വലിയ സന്തോഷങ്ങൾ തരുന്നത് ബന്ധങ്ങളായിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനകളും നമുക്ക് സമ്മാനിക്കുന്നത് ബന്ധങ്ങളാണ്. ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇതാണ്: ബിൽഡിംഗ് ഹെൽത്തി റിലേഷൻഷിപ്സ്. ആരോഗ്യകരമായ ബന്ധങ്ങൾ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും? ഈ മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യ മനസ്സിനെക്കുറിച്ചൊക്കെ പറയുമ്പം ജനറലൈസ് ചെയ്ത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ വ്യക്തിയും യുണീക്കാണ്, ഓരോരുത്തരുടെ വിഷയങ്ങൾ യുണീക്കാണ്, ഓരോരുത്തരുടെ പ്രശ്നങ്ങളും യുണീക്കാണ്. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും ബന്ധങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഈ കുറച്ച് സമയം കൊണ്ട് ഞാൻ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ബന്ധങ്ങൾ മോശമാകുന്നത്? തെറ്റിദ്ധാരണകൾ വരാം അല്ലേ? പറഞ്ഞ വാക്കുകൾ മുറിവേൽപ്പിക്കാം. അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലെവലിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ബന്ധങ്ങൾക്ക് പ്രശ്നം വരാം, മനസ്സുകൾ മുറിവേൽക്കാം അല്ലേ? ഇനി ബന്ധങ്ങളെ വളർത്തുക എന്നാണ് പറഞ്ഞത്, ബിൽഡിംഗ് ഹെൽത്തി റിലേഷൻഷിപ്സ്. ബന്ധം ഒരു മൊമെൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മൾ പണിതെടുക്കുന്ന ഒരു കാര്യമല്ല. ഇതൊരു വീട് പണിയുന്നത് പോലെ. ഒരു വീട് പണിയുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഇഷ്ടികയൊക്കെ അടുക്കി വെക്കും അല്ലേ? അതിന് ഓരോ സാധനങ്ങൾ വെക്കണം അടിസ്ഥാനം തൊട്ട്. എന്ന് പറയുന്നത് പോലെ ബന്ധങ്ങളും ഇതുപോലെ പണിയപ്പെടുന്നതാണ്. ഓക്കെ, നമ്മൾ കാഷ്വലായിട്ട് ഒരാളെ പരിചയപ്പെടുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നു, അങ്ങനെയൊക്കെയല്ലേ ബന്ധങ്ങളും ഉണ്ടായി വരുന്നത്. അപ്പം ഈ ബന്ധങ്ങളിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും ഇതുപോലത്തെ ഒരു ഇഷ്ടിക കട്ട പോലെയാണ്. ഓരോ പ്രവൃത്തിയും അതുപോലത്തെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ്. നമ്മൾ ചെയ്ത പ്രവൃത്തി, അതുപോലെ നമ്മൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു ഫോൺ കോൾ വിളിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് അയച്ചൊരു മെസ്സേജ്, എല്ലാം ബന്ധങ്ങളെ ബിൽഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നശിപ്പിക്കുന്നതോ ആയിരിക്കാം. നമുക്ക് ഇന്ന് ചിന്തിക്കാം ആദ്യം, റിലേഷൻഷിപ്സ് ആർ ബിൽറ്റ് ഓൺ ചില കാര്യങ്ങളിലാണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ബന്ധങ്ങൾ വേണം അല്ലേ? ബന്ധങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല. ഒന്നാമത്തെ ഒരു കാര്യമാണ് ട്രസ്റ്റ് അഥവാ വിശ്വാസം. ഒരു ബന്ധം നന്നായി പോകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസം വേണം, ട്രസ്റ്റ്. നമുക്കറിയാം, ഒരു കുഞ്ഞുണ്ടായി വരുമ്പോൾ തന്നെ അതതിൻ്റെ അമ്മയുടെ മേത്ത് കിടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനൊരു വലിയ വിശ്വാസമാണ്. അങ്ങനെയാണ് ആ ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ആ അമ്മയുടെ മാറിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞിന് അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. എന്നെ പരിചരിക്കും, എനിക്ക് ആവശ്യമുള്ളത് തരും. അങ്ങനെ അല്ല അത് ചിന്തിക്കുന്നെങ്കിൽ പോലും എന്തോ ഒരു സുരക്ഷിതത്വം അത് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അമ്മേനെ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കുടുംബത്തിലുള്ള കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിലും അതിൻ്റെ മാതാവിനെയോ പിതാവിനെയോ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസത്തോടെ ഇരിക്കുന്ന കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ഒരു വിശ്വാസമാണത് അല്ലേ? നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ പറയില്ലേ, വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്ന പോലെ അല്ലേ? ഇനി ഏത് ബന്ധമാണെങ്കിലും നോക്കിക്കോ. ഇനി മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല, നമ്മളിപ്പം പരിചയപ്പെട്ട ഒരു പുതിയ സുഹൃത്താണെങ്കിലും നമുക്ക് കുറച്ച് നാളൊന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ, ഇത് വിശ്വസിക്കാൻ കൊള്ളാമെന്ന് തോന്നി, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരേ വൈബാണെന്ന് തോന്നുക. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ വാക്കുപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്, എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുന്ന ആളാണ്. ഇങ്ങനെ തോന്നിയാണ് നമ്മൾ ബന്ധങ്ങൾ ബിൽഡാവുന്നത്. പക്ഷേ അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സമയം കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉണ്ടായി വരുന്നതല്ല. ഇറ്റ് ടേക്സ് ടൈം അല്ലേ? കുറച്ച് സമയം കൊണ്ടാണ് ഈ വിശ്വാസം ഇങ്ങനെ വളർന്നു വരുന്നത്. അതുപോലെ കൺസിസ്റ്റൻറ്റ് ബിഹേവിയറും വേണം. ഒരു പ്രാവശ്യം നന്നായിട്ട് പെരുമാറി അത് കഴിഞ്ഞിട്ട് പിന്നെ മൈൻഡ് ചെയ്യാതെ പിന്നെ വേറൊരു രീതിയിൽ പെരുമാറിയാലും വിശ്വാസം ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ ഈ വിശ്വാസം ഇങ്ങനെ വളർന്നു വരണം.
ഞാൻ നേരത്തെ പറഞ്ഞു വിശ്വാസം വളർന്നു വരുന്നതാണ്, അതിന് സമയമെടുക്കും ഒരു ബന്ധത്തിൽ ഒരു വിശ്വാസം ഉണ്ടായി വരാൻ. ഈവൻ നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോൾ ഒരു വിവാഹ ബന്ധത്തിലോട്ട് കടക്കുമ്പോൾ പോലും ഒരു പുരുഷനും സ്ത്രീയും ആദ്യം ഒരു വിശ്വാസം വരികയാണ്. ഇയാളെ ഭർത്താവായിട്ട് സ്വീകരിച്ചാൽ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ ഭാര്യയായിട്ട് സ്വീകരിച്ചാൽ അത് ഞങ്ങൾക്ക് നല്ലതായിരിക്കും എന്നൊരു വിശ്വാസം വരികയാണ് അല്ലേ. അതുകൊണ്ടാണ് അവർ അല്ലെങ്കിൽ വീട്ടുകാർക്ക് തോന്നുകയാണ് ഓക്കെ ഇത് നല്ലതായിരിക്കും എന്നൊരു വിശ്വാസം വരുന്നത് കൊണ്ടാണ് വിവാഹ ബന്ധങ്ങളിലോട്ടൊക്കെ ആളുകൾ കയറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ ബന്ധങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, വിശ്വാസത്തിൻ്റെ പുറത്താണ് ബന്ധങ്ങൾ വളരുന്നത് പോലെ തന്നെ ഇതുപോലെ തന്നെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള പ്രവർത്തികളും ബന്ധങ്ങളിലുണ്ടാകാം. ചിലപ്പോൾ അതൊരു കള്ളം പറഞ്ഞതാകാം, ചിലപ്പോൾ ഒരു ചതിയെക്കുറിച്ച് അറിഞ്ഞതാകാം. ഓക്കെ, ഇപ്പം പ്രത്യേകിച്ച് വിവാഹ ബന്ധങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിവാഹം കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു നുണ പറഞ്ഞിട്ടുണ്ട്, ഒരു ചതിച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു വിശ്വാസം പോകണ ഒരവസ്ഥ വരും. ഇനി അത് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വിവാഹ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അവരുടെ ഭാഗത്തു നിന്നൊരു അവിശ്വസ്തത ഉണ്ടായാലൊക്കെ വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ട്രസ്റ്റ് ഡിസ്ട്രോയിഡ് ആവും അല്ലേ. അപ്പം ബന്ധങ്ങളിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം വിശ്വാസം വേണം. രണ്ടാമത്തെ ഒരു കാര്യമാണ് സ്നേഹവും കരുതലും. ബന്ധങ്ങൾ നന്നായിരിക്കണമെങ്കിൽ സ്നേഹം വേണം, കരുതലും വേണം. ഞാൻ അത് രണ്ടും കൂടെ ചേർത്താണ് പറഞ്ഞത്, ലവ് ആൻഡ് കെയർ. ഓക്കെ, സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഇമോഷനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ഇമോഷൻ കൊണ്ട് മാത്രം ബന്ധങ്ങൾ നന്നായി പോകത്തില്ല. ഇപ്പം ഒരു അപ്പനും അമ്മയ്ക്കും കുഞ്ഞിനോട് സ്നേഹമുണ്ട്. ആ സ്നേഹമുണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ആ ലവ് ട്രാൻസ്ലേറ്റഡ് ആവുകയാണ്, അത് തർജ്ജമ ചെയ്യപ്പെടുകയാണ് കരുതലിൻ്റെ പ്രവർത്തികളായിട്ട്. അപ്പനും അമ്മയും കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നു, അതിനാവശ്യമുള്ള വസ്ത്രം കൊടുക്കുന്നു, അതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്നു, അത് വളർന്നു വരുമ്പോൾ അതിനെ നല്ലൊരു സ്കൂളിൽ ചേർക്കുന്നു, പഠിപ്പിക്കുന്നു, അതിനു വേണ്ടി കരുതി വെക്കുന്നു. ഇതൊക്കെ കെയർ അല്ലേ? ആ കരുതലിൽ കൂടെയാണ് ആ സ്നേഹം. അതുകൊണ്ടാണ് ഞാൻ ലവ് ആൻഡ് കെയർ എന്ന് പറഞ്ഞത്. ചിലർ പറയും എനിക്ക് സ്നേഹമുണ്ട്, പക്ഷേ എങ്ങനെയാണ് മറ്റേ വ്യക്തി മനസ്സിലാക്കുന്നത്? സ്നേഹം എന്നുള്ള സാധനം അതൊരു ഭാഷയായിട്ട് വരണമെങ്കിൽ കരുതലിൻ്റെ പ്രവർത്തികൾ അവിടെ വരേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് ഞാൻ അപ്പൻ്റെ അമ്മയുടെയും പറഞ്ഞു, കുഞ്ഞിൻ്റെ പറഞ്ഞു, അത് എല്ലാ ബന്ധങ്ങളിലും ആപ്ലിക്കബിളാണ്. നമ്മളൊരു സുഹൃത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറലി നമുക്കൊരു കരുതൽ അവരെക്കുറിച്ച് വരും. എങ്ങനെ ഉണ്ടെന്ന് അന്വേഷിക്കും അല്ലേ. ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കും. അപ്പം ആ ലവും കെയറും ഒരുമിച്ച് പോകുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ പ്രായമായ വ്യക്തികൾ, ഇനി മാതാപിതാക്കൾ പ്രായമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്നേഹം ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എനിക്ക് സ്നേഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ മതിയോ? അല്ല, പ്രായമായി വരുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ ചില ഏരിയാസിൽ അവർ വീക്കാകാൻ തുടങ്ങും. അപ്പോൾ ആ ഭാഗത്ത് വേണ്ട കരുതൽ പ്രകടിപ്പിക്കുന്നതിലൂടെയാണ് മക്കൾ മാതാപിതാക്കളോടുള്ള സ്നേഹം കാണിക്കുന്നത് അല്ലേ. അങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാ ബന്ധങ്ങളിലും. ഞാൻ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന ജീവിതത്തിലെ ഒരു സന്ദർഭമാണ് കർത്താവ് ക്രൂശിൽ കിടക്കുന്ന ആ സമയം അല്ലേ. ക്രൂശിൽ കിടന്ന് താൻ അന്ത്യശ്വാസം വലിക്കാറായി അല്ലേ. ജീവൻ പോകുന്ന ആ സമയമാകുമ്പോഴും കർത്താവിന് തൻ്റെ മാതാവിനോടുള്ള സ്നേഹം ആ ക്രൂശിൽ വെച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, യേശു ആ സമയത്തും തൻ്റെ മാതാവ് അവിടെ നിൽക്കുന്നുണ്ട്. താൻ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന യോഹന്നാനെ വിളിച്ചിട്ട് പറയുകയാണ്, യോഹന്നാനെ ഈ അമ്മയെ നോക്കാൻ ഏൽപ്പിക്കുകയാണ് അല്ലേ. നമുക്കറിയാം അതല്ലേ, ആ അമ്മയോട് പറഞ്ഞു കൊടുക്കുക അതേ മകനായിട്ടുണ്ടെന്നുള്ളത്. മരിക്കാറാകുമ്പോഴും താൻ സ്നേഹിച്ചവരെ കുറിച്ച് കരുതുന്ന അല്ലേ, നമ്മുടെ യേശു കാണിച്ചു തന്ന ഒരു മാതൃക. അല്ല യേശു കർത്താവ് വേദന അനുഭവിക്കും, വേറെ ആരെക്കുറിച്ചൊന്നും ചിന്തിക്കുക, അങ്ങനെയല്ല ചെയ്യുന്നത്. താൻ തൻ്റെ കൂടെ ജീവിച്ചവരെക്കുറിച്ചുള്ള കരുതൽ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്? നമ്മൾ കരുതണം. ഓക്കെ, അത് മാതാപിതാക്കൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിവർത്തിക്കുന്നതിലൂടെ കരുതൽ കാണിക്കുകയാണ് അല്ലെ. ഓരോ ബന്ധത്തിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാണ്ട് ഒന്നും കരുതാതെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലേ. നമ്മുടെ കർത്താവ് നല്ലൊരു എക്സാമ്പിൾ അവിടെ കാണിച്ചു. അപ്പം നമ്മൾ
മനസ്സിലാക്കുക, കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം ഉണ്ടായിരിക്കട്ടെ, അതുപോലെ തന്നെ ആ കരുതലിലൂടെ അത് പ്രകടിപ്പിക്കാൻ മറക്കരുത്. ഭർത്താവ് ഭാര്യയെ കരുതണം, ഭാര്യ ഭർത്താവിനെ കരുതണം, അല്ലേ? നമ്മളുടെ അമ്മായിയപ്പനെ, അമ്മായിയമ്മയെ, പ്രായമായ പേരൻസിനെ എല്ലാം ഞാൻ ഇമ്മീഡിയറ്റ് ഫാമിലിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഇമ്മീഡിയറ്റ് ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ നമ്മുടെ ഹോൾ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കണ്ടു, വിശ്വാസം ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ. 2, സ്നേഹവും കരുതലും ആവശ്യമാണ്. കരുതലിൻ്റെ പ്രവർത്തികൾ ആവശ്യമാണ് ബന്ധങ്ങൾ നല്ലതാകണമെങ്കിൽ. 3, കമ്മ്യൂണിക്കേഷൻ. ബന്ധങ്ങൾ നന്നായിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് കമ്മ്യൂണിക്കേഷൻ. ബന്ധങ്ങളിൽ ആശയവിനിമയം നടക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ അതിലൊരു അർത്ഥമില്ല. ഇഷ്ടമുള്ളവരെപ്പോഴും ചെയ്യുന്നൊരു കാര്യം മാക്സിമം എന്ത് ചെയ്യാൻ നോക്കും? ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കാൻ നോക്കും. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെയൊക്കെ ആരംഭത്തിൽ യൂഷ്വലി എല്ലാവരുടെയും കേസിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല, വളരെയധികം ഭർത്താവും ഭാര്യയൊക്കെ സംസാരിക്കുന്നത് കാണാം. പക്ഷേ ചിലപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ആ സംസാരം കുറഞ്ഞു പോകുന്നത് കാണാം. അപ്പോൾ എന്താ പറ്റുന്നത്? ഈ കമ്മ്യൂണിക്കേഷൻ കുറയും തോറും കുടുംബ ബന്ധം, റിലേഷൻ ഹെൽത്തി അല്ലാണ്ടാകാൻ തുടങ്ങും. ഓക്കെ, സോ ഞാൻ അതിനെ മനസ്സിലാക്കാനായിട്ട് മിണ്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചിലവർ മിണ്ടും. ഓക്കെ, പക്ഷെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിണ്ടുന്നത്, അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നത് ഹലോ ഹായ് എന്ന് പറയുന്നതിൽ തീരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് സൈക്കോളജി പറയുന്ന ചില കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം. പലതരം കമ്മ്യൂണിക്കേഷൻ ലെവലുണ്ട്. ഞാനിപ്പം ബെന്നിനെ കാണുമ്പോൾ ഹലോ ബെൻ, സുഖമായിട്ടിരിക്കുന്നോ, ഗുഡ് മോർണിംഗ്, ഇങ്ങനെയൊക്കെ പറയുന്നതിനെയാണ് ക്ലീഷേ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഹലോ സുഖമാണോ, അവിടെ നമ്മൾ ജസ്റ്റ് ഒരു വിഷ് കൊടുക്കുന്നു, അത് ക്ലീഷയാണ്. ഓക്കെ, സെക്കൻഡ് എന്ന് പറയുന്നത് ഫാക്ച്വൽ കോൺവെർസേഷൻ എന്ന് പറയും. ഞാൻ അവനോട് പറയുകയാണ്, ആൻ അടുത്ത ഏപ്രിലിൽ വരും കേട്ടോ മോനെ എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ മോക്കൊരു ജോലി കിട്ടി എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ്, ഒരു സംഭവിച്ച ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. ഞങ്ങളൊരു പുതിയ സൈക്കിൾ മേടിച്ചു കേട്ടോ എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്. അതിനെ ഫാക്ച്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഞാനിത് പ്രോഗ്രസ് ചെയ്യുന്നത് കാണിച്ചു തരുക. നമുക്ക് ജസ്റ്റ് ഹലോ പറഞ്ഞു വിടാം, ഇല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഫാക്ച്വൽ കമ്മ്യൂണിക്കേഷനും നടത്താം. ഇനി അടുത്ത ഒരു ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതായത് ഒപ്പീനിയൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും. അത് കുറച്ചും കൂടെ നമ്മൾ അടുത്തവരോടെ പറയത്തുള്ളൂ. അതായത് ഇന്ന് ആ കുഞ്ഞ് ഇച്ചിരി കുരുത്തക്കേട് കാണിച്ചെന്ന് തോന്നുന്നു, ഒരു അഭിപ്രായം പറയാം. അല്ലെങ്കിൽ ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ, പെട്ടെന്ന് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ, ഈ കോഴ്സിന് പോകുന്നതിനേക്കാളും നല്ലത് ഈ കോഴ്സ് എടുക്കുന്നതായിരിക്കും മോന് നല്ലതെന്ന് പറയുന്ന ഒരു അഭിപ്രായം അല്ലേ, ഒപ്പീനിയൻ. വെറുതെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് അഭിപ്രായം പറയുമോ? ഇല്ല. അതിന് നമ്മൾ ആക്ച്വലി ക്ലീഷേയും കടന്ന് ഫാക്ച്വൽ കമ്മ്യൂണിക്കേഷൻ ലെവലും കഴിഞ്ഞ് ഒരു ഒപ്പീനിയൻ ആ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ വരണം, എന്നാലേ നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ. പലപ്പോഴും എന്താണെന്നറിയാമോ, ആദ്യത്തെ 2 ലെവലിലൊക്കെ പല ബന്ധങ്ങളിലും സംസാരം പോയിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു 3ാമത്തെ ലെവൽ വരെ എത്തും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബന്ധങ്ങൾ നല്ല ആഴത്തിൽ വരണമെങ്കിൽ അടുത്ത 2 ലെവലിലും കൂടെ സംസാരിക്കാൻ പറ്റണം. അടുത്ത 2 ലെവൽ കേട്ടോളൂ. അടുത്തത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം വന്നു കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ ഭയമില്ലാതെ പറയുന്നുണ്ടെങ്കിൽ ഇമോഷണൽ കമ്മ്യൂണിക്കേഷനിൽ എത്തിക്കഴിഞ്ഞവർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഭർത്താവ് ഭാര്യയോട് പറയാണ്, നീ അങ്ങനെ ചെയ്തപ്പം എനിക്ക് നല്ല ഇറിറ്റേറ്റഡ് ആയി ഞാൻ എന്ന് പറയത്തില്ലേ? അതായത് ഒരു ഇമോഷൻ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് വഴക്കിട്ടുകൊണ്ടല്ല, പക്ഷെ ധൈര്യമായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നി, സങ്കടം തോന്നി, അല്ലെങ്കിൽ സന്തോഷം തോന്നി എന്നൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ബന്ധമായതുകൊണ്ടാണ് അത് സാധിക്കുന്നത്. ഇനി വേറെ ഒരു ഫൈനൽ ലെവലുണ്ട്, അതിനെ പറയുന്നത് വൾനറബിൾ കമ്മ്യൂണിക്കേഷൻ. ആ ലെവലിൽ എങ്ങനെയാണെന്ന് അറിയാമായിരിക്കും. അത് നമ്മൾ പൊതുവെ ഏറ്റവും നമ്മൾ അടുത്തവരോടെ പറയത്തുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ പറയാം,
ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ധൈര്യത്തോടെ പെരുമാറുന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുക എന്നിങ്ങനെ മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് നല്ല ഭയമുണ്ട് ഉള്ളിൽ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചെന്ന്. അങ്ങനെയൊക്കെയുള്ള നമ്മൾ എല്ലാവരോടും പറയത്തില്ല അല്ലേ? ഏറ്റവും അടുത്തവരോടും അത്ര വിശ്വസിക്കുന്നവരോടും നമ്മൾ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയത്തുള്ളൂ. ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്ന് പലചരക്കിൻ്റെ ലിസ്റ്റ് ഇത് ഇത്ര സാധനം മേടിച്ചുകൊണ്ട് വരണം, ഇത്രയും വർത്തമാനം പറഞ്ഞ് തീർക്കുന്ന നല്ല കുടുംബ ബന്ധങ്ങളെന്ന് പറയുന്നത്. സോ ബന്ധങ്ങൾ ശക്തമാണോ എന്നറിയണമെങ്കിൽ ഈ ഏത് ലെവൽ വരെ നമ്മുടെ ഇമോഷൻസ് വരെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ഏറ്റവും വലിയ വേദനകൾ അവരോട് പങ്കിടാൻ പറ്റുന്നൊക്കെ ഉള്ളപ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ ശക്തമാകുന്നത്. ഇനിയും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. കുഞ്ഞിന് ആകെ പേരൻസ് ചോദിക്കും നിനക്ക് എത്ര മാർക്ക് കിട്ടി, സ്കൂളിൽ എത്രാമത്തെ റാങ്കാ, ഇത്രയൊക്കെ ചോദിച്ച് നിർത്തുവാണെങ്കിൽ സെക്കൻഡ് ലെവലൊക്കെ വരെ എത്തിയിട്ടുള്ളൂ, ഫാക്സ് വരെ. പക്ഷെ ആ കുഞ്ഞിൻ്റെ വിഷമങ്ങൾ, ഞാൻ മാത്സ് പരീക്ഷ എഴുതാൻ വരുമ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്നൊരു ആൻസൈറ്റി വരുന്നുണ്ട്, അത് പറയുമ്പോഴത്തേക്ക് ആ കുഞ്ഞിന് അത് പറയാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. കുഞ്ഞിനുണ്ടാവുന്ന ഒരു വേദന പേരൻസിനോട് പറയാൻ പേടി ഉണ്ടാകുന്നെന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക കമ്മ്യൂണിക്കേഷൻ ലെവലിൽ നല്ലതല്ലാത്തത് കൊണ്ടാണ്. ഇനി നേരെ തിരിച്ചും പേരൻസിനും കുഞ്ഞുങ്ങളോട് കാര്യങ്ങൾ പറയാൻ ഭയമാവുകയാണെങ്കിൽ ആ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കുക ബന്ധങ്ങൾ നല്ലതാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഇമോഷൻസ് വരെ പങ്കിടാനുള്ള ഒരു സെക്യൂരിറ്റി, ഒരു ഫീലിംഗ് തോന്നും. ഓക്കെ, അപ്പം നമ്മൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ബന്ധങ്ങളിൽ സംസാരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചിലവെല്ലാം സംസാരിക്കണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കുക ക്വാണ്ടിറ്റി അല്ല ഇതിൽ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ചിലവെല്ലാം നമുക്ക് സംസാരിക്കാൻ പറ്റും, അതുകൊണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം എന്നില്ല. പക്ഷെ കുറച്ചേ സംസാരിച്ചുള്ളെങ്കിലും നമുക്ക് തുറന്നു പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടേക്ക് ടൈം ടു കമ്മ്യൂണിക്കേറ്റ്. ഇനിയും കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? ചില സമയത്ത് ഞാൻ ഭാര്യ ഭർത്താവിൻ്റെ ഉദാഹരണം അങ്ങ് എടുക്കുകയാണ് എല്ലാവർക്കും മനസ്സിലാകുവാൻ. ഇപ്പം ഒരു പ്രാവശ്യം ഭാര്യയോ ഭർത്താവോ ഒരു കാര്യം പറയുമ്പം മറ്റേ ആൾ അതിനെ ഭയങ്കരമായിട്ട് അങ്ങ് എതിർക്കുകയോ ഒച്ചയിൽ ഷൗട്ട് ചെയ്യുകയോ ചെയ്യുമെങ്കിൽ അടുത്ത പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് അത് പേടിയാകാൻ തുടങ്ങും. അപ്പം അതിനെ പറയുന്നത് ഡിസ്കണക്റ്റഡ് ആയി പോവുക. അതുപോലെ മറ്റേ ആൾ വിചാരിക്കുകയാണ് ഞാൻ ഭയങ്കര വലിയ ആളാണ്, ഇവൾക്ക് ഒരു വിവരവും ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനൊരു വിവരം ഇല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുക. ഇപ്പം പേരൻസിന് ഒരു വിവരവും ഇല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ശരിയാകാത്ത ഒരു അവസ്ഥ വരും. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളിപ്പം ഒരാൾ പറയുകയാണ് ഇന്ന തെറ്റ് ചെയ്തു എന്ന് നമ്മളുടെ ബന്ധത്തിലുള്ള ഒരാൾ പറഞ്ഞു തരുമ്പോഴത്തേക്ക്, ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധത്തിലുള്ളത് പറഞ്ഞു തരികയാണ്, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരിക്കലും തെറ്റ് അഡ്മിറ്റ് ചെയ്യാത്തവരുണ്ട്, അവരോട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട്. അതൊരു ഫാക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് റിലേഷൻസ് ബിൽഡ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മ്യൂച്വൽ റെസ്പെക്റ്റ്. പരസ്പരം ബഹുമാനം ഉണ്ടായിരിക്കണം. അത് ഏത് ബന്ധമാണെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മ്യൂച്വൽ റെസ്പെക്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയുമായിട്ടുള്ള ബന്ധം നല്ലതാകണമെങ്കിൽ എനിക്ക് ആ വ്യക്തിയോടും ബന്ധം ഉണ്ടായിരിക്കണം, ആ വ്യക്തിക്ക് എന്നോടും ബഹുമാനം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഒരാൾ മാത്രം ഒരു സുപ്പീരിയർ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് മറ്റേ ആളെ ഭരിക്കാൻ ശ്രമിക്കുന്നത് നല്ല ബന്ധമല്ല. റോമർ 12:10 ഇങ്ങനെയാണ് പറയുന്നത്, സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിന്ന്. മറ്റേ ആളെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുക, എന്നാലേ നല്ല ബന്ധങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മ്യൂച്വൽ റെസ്പെക്റ്റ് അത് കുടുംബ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അന്യോന്യം ബഹുമാനിക്കുക എന്ന്. ഓക്കെ, ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കണം, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാര്യയെ ഭർത്താവ് ബഹുമാനിക്കുക എന്നുള്ളത്. ബഹുമാനിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്ക് കസേരന്ന് ചാടി എഴുന്നേൽക്കുന്നത് മാത്രമല്ല ബഹുമാനം എന്ന് മനസ്സിലാക്കുക.
ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ വ്യക്തിയുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുക. മറ്റേ വ്യക്തി നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു അഭിപ്രായം ആണെങ്കിൽ പോലും ആ ഒരു ഒപ്പീനിയൻ ഒരു വാല്യൂ കൊടുക്കാനായിട്ട് പറ്റണം. ഓക്കെ, അതുപോലെ അവരുടെ ഇമോഷൻസ്, അവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ പറയുന്ന കാര്യങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഞാനത് പറയുമ്പം ഇച്ചിരി കൂടിപ്പോയോ എന്ന് ചിന്തിക്കേണ്ട. കാരണം ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ കുറച്ച് അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇവരെ ഇവിടെ വേണ്ട, ഇവരൊരു ശല്യം പോലെയാണ് കണ്ടത്. പക്ഷേ യേശു അവരെ റെസ്പെക്റ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടിരുത്തി. പിന്നെ നമുക്കെന്താ കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്? കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്കുമുണ്ട് വിഷമങ്ങൾ, കുഞ്ഞുങ്ങൾക്കുമുണ്ട് ആഗ്രഹങ്ങൾ. പലപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ പേരൻസ് ഒത്തിരി കഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന, അതിൻ്റെ ഡ്യൂ റെസ്പെക്റ്റ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പേരൻസിന് കൊടുത്തിരിക്കണം, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾക്കുള്ള അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിച്ച് അങ്ങനെ എന്താ പറയുന്ന പാവകളെപ്പോലെ വളർത്തിക്കൊണ്ട് വരാനുള്ളതുമല്ല കുഞ്ഞുങ്ങൾ. അവരും ഒരു ഇൻഡിവിജ്വലാണ്. 18 വയസ്സാകുമ്പോഴത്തേക്ക് ഗവൺമെൻറ് അവർക്ക് വോട്ടവകാശം കൊടുത്തിട്ടുണ്ട്. എന്നാലും 52 വയസ്സായ മകൻ ഒരു അഭിപ്രായം എടുക്കാൻ അപ്പനും അമ്മയും സമ്മതിക്കില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തായിരിക്കും എന്ന്. അഭിപ്രായങ്ങൾ എടുക്കാൻ അവരെ അനുവദിക്കുക, അവർക്കും വിലയുണ്ടെന്നും മനസ്സിലാക്കുക. മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാകുന്നതെന്നറിയാമോ? ഒരു വ്യക്തി മറ്റേ ആളെയും കൂടെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കും. ഒരു ബന്ധത്തിൽ ഒരാൾ പറയാണ്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, അതങ്ങോട്ട് ഇനിയിപ്പോൾ വേറെ അഭിപ്രായം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം. ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ ഒരു കാര്യം പറയുന്നത് പോലെയല്ല. മറ്റേ ആൾ ഭയങ്കര പൊട്ടത്തര പറയുന്നെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെയൊക്കെ പറയേണ്ടി വരുമായിരിക്കും. ഞാൻ പറയുന്നത് ഇത് വീട്ടിലെ സ്ഥിരം ഡയലോഗാണെങ്കിൽ, അത് പറയുന്നത് സെയിം വ്യക്തിയാണെങ്കിൽ ആ വീട്ടിൽ മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ യോജിക്കുന്നില്ലെങ്കിൽ പോലും മറ്റേ ആൾക്കൊരു അഭിപ്രായമുണ്ട്, അത് അറ്റ്ലീസ്റ്റ് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. വാല്യൂ ദെയർ ഒപ്പീനിയൻ. അവർക്കുള്ള ഭയം, ആശങ്ക, ഇതൊക്കെ ഒന്ന് പറയാൻ സമ്മതിക്കണ്ടേ? അതില്ലാതെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാം, മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ പേടിച്ചിട്ട് ഒന്നും പറയില്ല, എന്തെങ്കിലും ആയി പൊക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന, അതൊന്നൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ ഹെൽത്തി അല്ല. പക്ഷെ നമ്മുടെ ഉദ്ദേശം ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻസ്, ആരോഗ്യകരമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എന്താണെന്നറിയാമോ? ബന്ധങ്ങൾ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ ആരോഗ്യകരമായ ബന്ധങ്ങളില്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല ജീവിതത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, നിറം തരുന്നത് ജീവിതത്തിന്, അത് മീനിങ് ഫുൾ ആക്കുന്നത് നല്ല ബന്ധങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനിയും വേറൊരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കമ്മിറ്റ്മെൻറ്റ്. ബന്ധങ്ങൾ നന്നാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ്. നമ്മൾ ഈ കല്യാണത്തിന് എന്താ ചെയ്യുന്നത്? ഭാര്യയും ഭർത്താവ് ഒരു ഉടമ്പടി എടുക്കും അല്ലേ? സുഖത്തിലും ദുഃഖത്തിലും എല്ലാം, രോഗത്തിലും അനാരോഗ്യത്തിലും. അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ് അല്ലേ? അതൊരു തീരുമാനമാണ് അല്ലേ? ഫേം ഡിസിഷനാണ്. അതായത് സാഹചര്യങ്ങൾ മോശമായിരിക്കുമ്പോൾ പോലും കൂടെ നിൽക്കാമെന്നുള്ള ഒരു ഉറപ്പാണത് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ബന്ധങ്ങളിൽ ഈ കമ്മിറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ഒന്ന് ചെറിയ കാര്യം ആടിക്കഴിഞ്ഞാൽ അപ്പം ഇട്ടിച്ച് പോകാനുള്ളൊരു ടെൻഡൻസി, ഇല്ലെങ്കിൽ എതിർക്കാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പം കുടുംബ ബന്ധങ്ങളിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞത്. കാരണം ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ചിലപ്പം കൂടെയുള്ള ഒരാൾ പെട്ടെന്ന് രോഗിയാകാം, പെട്ടെന്ന് ക്ഷീണം വരാം, ചിലപ്പോൾ ഒരു സാമ്പത്തിക ഇഷ്യൂവിൽ പെടാം, കടം വരാം അല്ലേ? ഈ സമയങ്ങളിലൊക്കെ എന്താ പറയുന്ന, കുറ്റപ്പെടുത്തി ഇട്ടിട്ട് പോകാനൊക്കെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു, ഇതൊന്നും ജനറലൈസ് ചെയ്തു പറയുന്നല്ല, ഈച്ച് കേസസ് ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഞാൻ പറ്റുന്നത് ജനറലൈസ് ചെയ്തൊന്ന് പറയുകയാണ്. ഏത് ബന്ധമാണെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ്, തീരുമാനം ഉണ്ടെങ്കിൽ അത് മുമ്പോട്ട് പോവുകയുള്ളൂ. ഇനി നമുക്ക് വേദപുസ്തകത്തിലെ ബന്ധങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. ബന്ധങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, രണ്ട് പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആരുടെ അഭിപ്രായം കേൾക്കണം, ആരാണ് വലുത്, ആര് പറയുന്നത് ഇവിടെ നടപ്പാക്കണം. അങ്ങനെ ഒരു ഇഷ്യൂ വരാം അല്ലേ? ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസ് 22:24 ഇങ്ങനെ വായിക്കുന്നു:
യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. തങ്ങളുടെ കൂട്ടത്തിൽ ആരാകുന്നു വലിയവനായി എണ്ണേണ്ടതിന് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. യേശുവിൻ്റെ ശിഷ്യന്മാർ, 12 അപ്പോസ്തലന്മാരെന്ന് നമ്മൾ വിളിക്കുന്നവർ, നമ്മൾ മനസ്സിലാക്കുക ഇവർ 3-3.5 വർഷം ഇവർ ഒരുമിച്ച് നടന്നവരാ അല്ലേ, ഒരു ടീമായിട്ട് നടക്കുന്ന. പക്ഷെ ഇവരുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടാവുക, ഇതിൽ ആരാണ് വലിയവനെന്ന്. ഇത് എവിടെ നിന്നാണ് ഉടലെടുത്തത്? ഈ ഒരു മിസ്പ്ലേസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വലിയവൻ എന്നുള്ളതാണ്. ആരാ വലിയവൻ എന്നുള്ളതാ. അവർ കണ്ടിട്ടുള്ള സൊസൈറ്റിയിൽ വലിയവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആജ്ഞ പുറപ്പെടുവിക്കും, ബാക്കിയുള്ളവർ അനുസരിക്കും. ഇതാ കണ്ടിട്ടുള്ളത്. ബന്ധങ്ങളിലും ആളുകൾക്ക് ഏറ്റവും എന്താ പറയുന്നത്, അവരുടെ ഈഗോയെ ഫീഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ പറയുന്നത് ബാക്കിയുള്ളവരനുസരിച്ച് ഭയങ്കര സന്തോഷമാകും അല്ലേ. ഈ ഒരു വലിയവനാകാനുള്ള ഒരു ആഗ്രഹം ഇവരുടെ ഇടയിലുണ്ടായി അല്ലേ. യോഹന്നാൻ 13:4-5 യേശുവിന് മനസ്സിലായി ഈ ബന്ധം ഇവരുടെ ഉലയുകയാണ്, ഈ ഒരു തർക്കം കാരണം. യേശു എന്താ ചെയ്തത്? അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രമൂരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. നോക്കിക്കേ, യേശു ആരാ? യേശു അവരുടെ ഗുരുവാണ്, അവരുടെ റബ്ബിയാണ്. യേശു എന്താ ചെയ്തത്? ഇവരുടെ ഈ തർക്കമൊക്കെ കഴിഞ്ഞ് വലിയവൻ ആരാന്നുള്ളതാ. യേശു ഒരു അരയിലൊരു തോർത്തൊക്കെ ചുറ്റി അവരുടെ കാൽ കഴുകാൻ തുടങ്ങി. നമ്മൾ ഈ 2000 വർഷം കഴിഞ്ഞ് ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ഓക്കെ, യേശു കുഞ്ഞു വളരെ ഹംബിളായിട്ട് അത് ചെയ്തു എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ഒന്ന് അന്നത്തെ കാലത്തോട്ട് പോട്ടെ. ഏൻഷ്യൻ്റ് ജൂയിഷ് അവരുടെ ആൾക്കാരുടെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു ഭാഗമായിരുന്നു ഈ കാല് കഴുകുക എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത വളരെ ഡസ്റ്റി ആയിട്ടുള്ള പൊടി പിടിച്ച റോഡുകളാണ്. പിന്നെ ഇന്നത്തെ കാലത്തെ പോലെ ഫുള്ള് കവർ ചെയ്യുന്ന ഷൂസൊന്നും അല്ല ഇട്ട ആളുകൾ സഞ്ചരിക്കുന്നത്. ഓക്കെ, നിറയെ പൊടി പിടിക്കും ഒന്ന് യാത്ര ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. മാത്രമല്ല ആ യാത്രയിൽ ചിലപ്പം വേസ്റ്റിൽ ചവിട്ടാം, മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ വറ്റാം അല്ലെ. കാല് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് വലിയ ക്ലീൻ റോഡ്സ് ഒന്നും ആയിരിക്കത്തില്ല അന്നത്തെ കാലത്തൊക്കെ. ഇതൊക്കെ കഴിഞ്ഞാണ് ആളുകൾ വരുന്നത്. അപ്പം ഏതൊരു അതിഥിയും വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ആ വെള്ളം കൊടുത്തിട്ട് അത് കഴുകിക്കുകയാണ്. പക്ഷെ യൂഷ്വലി മറ്റൊരാൾക്ക് ഇത് കഴുകി കൊടുക്കുമ്പോൾ ചെയ്യുന്നത് അടിമകളോ അങ്ങനെ ജോലിക്കാരായിട്ടുള്ളവരോ അത് ചെയ്യത്തുള്ളൂ, കാല് കഴുകി കൊടുക്കുന്ന ആ പ്രവൃത്തി. പക്ഷെ ആരാണെങ്കിലും അത് ചെയ്ത് കൊടുക്കും അതിഥികൾ വന്നു കഴിഞ്ഞാൽ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, യേശുവിനെ ഒരിക്കൽ ഒരു പരീശനായിട്ടുള്ള ശിമോൻ വീട്ടിൽ വിളിച്ചിട്ട് അവർ കഴിക്കാനിരുന്നപ്പോൾ യേശു കർത്താവിൻ്റെ കാൽക്കൽ ഒരു പാപിനിയായ സ്ത്രീ വന്ന് കണ്ണുനീര് വെച്ച് തുടയ്ക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വന്നപ്പോൾ യേശു പറയുന്നുണ്ട്, ശിമോനെ, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് നീ എനിക്ക് കാല് കഴുകാനായിട്ട് എന്ത് തന്നില്ലെന്ന് പറഞ്ഞു? വെള്ളം തന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്നറിയാമോ? അന്നത്തെ കാലത്ത് അതൊരു നെസസിറ്റി ആയിരുന്നു. എന്താന്നും കൂടെ കാര്യം പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് വീടിൻ്റെ അകത്ത് കയറി ഇവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം ഇന്നത്തെ പോലെ മേശയും ചെയർസും ഒന്നും അല്ല. അവരിങ്ങനെ കാലിങ്ങനെ മടക്കി വെച്ചിട്ട് ഇവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. സോ അടുത്ത വ്യക്തി ഇരിക്കുമ്പോൾ ഈ കാലാണ് മനസ്സിലാകുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ നിലത്തിരുന്നിട്ട് കാലിങ്ങോട്ട് വെക്കുമ്പം ഭക്ഷണം കഴിക്കണ ഈ കാല് കഴുകാതെ വളരെ ബുദ്ധിമുട്ട്, അതുപോലെ പൊടിയും അഴുക്കും ഒക്കെ പറ്റിയിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ എനിക്ക് കാല് കഴുകാനായിട്ട് വെള്ളം തന്നില്ല. ഒരു ബേസിക് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് യേശു കർത്താവ് എന്താ ചെയ്യുന്നത്? യേശു കർത്താവ് ഇറങ്ങിയിട്ട് ബഹുമാന സൂചകമായിട്ട് ചില ശിഷ്യന്മാർ റബ്ബിമാരുടെ കാല് കഴുകി കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു റബ്ബി ചെയ്യാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഗുരു ചെയ്യാത്ത കാര്യം യേശു എന്ത് ചെയ്തു? യേശു ഇറങ്ങിയിട്ട് ആ ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെ ആയിട്ട് ആ കാല് കഴുകാൻ തുടങ്ങി. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നീഡ് അവർക്ക് ചെയ്തു കൊടുക്കുകയാണ് ശുശ്രൂഷ. അതും ആ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്നവരെന്ന് അവർ ചിന്തിച്ചിരുന്ന, ഓക്കെ ഞാൻ എടുത്തു പറയട്ടെ, അവർ ചിന്തിച്ചിരുന്ന ആൾക്കാർ ചെയ്തിരുന്ന ഒരു ജോലി അത് യേശു അങ്ങ് ചെയ്യുകയാണ്. എന്താ യേശു പറഞ്ഞത്? നിങ്ങൾ വലിയവനാകാനൊക്കെ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ 13:14-15 കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു.
യേശു കർത്താവ് പറയാതെ ഞാൻ ഈ ജോലി നിങ്ങൾക്ക് ചെയ്തു അല്ലേ. ഒരു അടിമ ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആര് കാല് കഴുകിയാലും പ്രശ്നമുണ്ടോ? സി, അത് അന്നത്തെ കാലത്തെ ബ്ലൈൻഡ് സ്പോട്ട്. നമുക്ക് ഇന്നത്തെ കാലത്തോട്ട് വരാം. ഇന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് ഇന്ന ജോലി ഇന്ന ആൾക്കാരെ ചെയ്യാവുള്ളൂ, അത് ആ ഗ്രൂപ്പിനുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ന ജോലി പെണ്ണുങ്ങൾ ചെയ്യാവുള്ളതാണ്, അത് ആണുങ്ങൾ ചെയ്യുന്ന ജോലിയല്ല, ഇത് ആണുങ്ങൾ ചെയ്യുന്ന ജോലി. സി, നമ്മൾ നല്ല അതിന് ഡിഗ്നിറ്റി കുറച്ച് കാണുക. സി, അത് തന്നെയാണ് ആ ശിഷ്യന്മാർക്കാണ്. യേശു കർത്താവ് അതങ്ങോട്ട് പൊളിച്ചു മാറ്റി കൊടുത്തു. യേശു കർത്താവ് പറഞ്ഞു, ഗുരുവായ ഞാനിത് ചെയ്യാമെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചെയ്യേ. ബേസിക് നീഡ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതിൽ എന്താ കുഴപ്പമെന്നാ? റിലേഷൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ യേശു കർത്താവ് പഠിപ്പിച്ചു കൊടുത്തു, സെർവ് വൺ അനദർ, അന്യോന്യം ശുശ്രൂഷിച്ചു കൊടുക്കുക. ഞാൻ പറയുന്ന മനസ്സിലായി? അന്നൊരു കാൽ കഴുകുക എന്ന് പറഞ്ഞാൽ ആർഭാടമല്ല, അന്നൊരു ബേസിക് നീഡാണ്. അപ്പം ശുശ്രൂഷിക്കാനായിട്ട് യേശു കർത്താവ് പഠിപ്പിച്ചു, സെർവ് വൺ അനദർ ഇൻ ലവ്. നമ്മളുടെ ഉള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു കുടുംബം ഉണ്ടാകും, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കുറച്ച് ബന്ധങ്ങളുണ്ടാകും, സ്നേഹിതരുണ്ടാകും. നമുക്കൊരു തീരുമാനം ഉണ്ടാകട്ടെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ശുശ്രൂഷയിലൂടെ സ്നേഹം, കെയർ ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് തീരുമാനിക്കാം. ഓക്കെ. ഇനി ഇതൊക്കെ ചെയ്യാതിരിക്കാൻ, ഞാൻ പറഞ്ഞ പോലെ യേശു കർത്താവ് ചെയ്തതുപോലെ ശുശ്രൂഷ ചെയ്യാതിരിക്കാൻ തടസ്സപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. യേശു കാല് കഴുകാനായിട്ട് പത്രോസിൻ്റെ അടുക്ക ചെന്നപ്പോഴത്തേക്ക് പത്രോസ് പറഞ്ഞു, ഗുരുവായ അങ്ങ് എൻ്റെ കാല് കഴുകരുത്. എന്താ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത? എന്താ? ഇത് ഗുരു ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ എന്നെക്കാളും മുകളിലുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത ജോലി. മനസ്സിലാകുന്നുണ്ടോ? ലേബൽ ചെയ്യുകയാണ്, ജോലി ഇന്നയാൾക്കുള്ളതാണ്. ഓക്കെ. അതായത് ചില അഹങ്കാരങ്ങളുള്ള, ഞാൻ പറയാണ്, യേശു പത്രോസിൻ്റെ കാല് കഴുകി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് പത്രോസിന് യാക്കോബിൻ്റെയോ യോഹന്നാൻ്റെയോ ആരുടെയെങ്കിലും പിന്നെ കഴുകാൻ ബുദ്ധിമുട്ട് വരുമോ കാല്? ഇല്ല, ബുദ്ധിമുട്ട് വരത്തില്ല. എന്താ? യേശു കർത്താവ് ആദ്യം ഓപ്പറേറ്റ് ചെയ്ത് വെട്ടുമാറ്റിക്കളയാണ് അഹങ്കാരം എന്ന് പറയുന്ന സാധനം. നമ്മുടെ റിലേഷൻസ്, ബന്ധങ്ങൾ നന്നാവാത്തതിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഇതാണ്. നമുക്കെല്ലാം കൊമ്പുണ്ട് ഇങ്ങനെ അല്ലേ, പ്രൈഡ് അല്ലേ. അത് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ? മറ്റേയാളുടെ അഭിപ്രായം കേൾക്കാൻ ബുദ്ധിമുട്ട്, മറ്റേയാളെക്കാളും ഞാൻ മുകളിലാന്നുള്ളൊരു ചിന്ത, നമ്മൾ കമ്പാരിസൺ തുടങ്ങും. അങ്ങനത്തെ ഒരു കാര്യം. പിന്നെ സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ട്, ഡിക്രീസ്. പ്രൈഡ്, അഹങ്കാരം വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ തന്നെ സ്പോയിൽഡ് ആകും. ചിലപ്പം സംസാരിക്കാനായിട്ട് എന്നാ സംസാരിക്കാനാന്നുള്ളൊരു ചിന്ത, അഥവാ സംസാരിച്ചാൽ തന്നെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ ഒരു വ്യക്തിക്ക് ഒരു ബന്ധത്തിൽ, ഇപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണെങ്കിൽ ഒരാൾക്ക് അഹങ്കാരം വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, മറ്റേയാൾ ഈ എന്താ പറയുന്നത്, ഇങ്ങനത്തെ കണ്ടംപ്റ്റ് വേർഡ്സ്, അവരെ എന്താ പറയുന്നത്, താഴ്ത്തി പറയുന്ന പോലത്തെയുള്ള വാക്കുകൾ കേട്ട് കേട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇമോഷണൽ ഡിസ്കണക്റ്റ് ആയി പോകും. അത് തിരിച്ചും സംഭവിക്കാം. ഭാര്യയ്ക്ക് അഹങ്കാരം വന്നാൽ, ഞാനിത് ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നേ ഉള്ളൂ, ഇത് ഏത് റിലേഷനിലും ആപ്ലിക്കബിൾ ആട്ടോ. പിന്നെ അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരിക്കലും കുറ്റം സമ്മതിക്കത്തില്ല. പിന്നെ ക്ഷമിച്ച് വീണ്ടും യോജിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തീരും. അടുത്തതായിട്ട് വേദപുസ്തകം നമ്മളെ ബന്ധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഞാൻ ഒന്ന് കാണിച്ചു തരാം. സ്റ്റേ ലോയൽ ഇൻ റിലേഷൻഷിപ്സ്. സ്റ്റേ ലോയൽ ഇൻ റിലേഷൻഷിപ്സ്. ബന്ധങ്ങളിൽ വിശ്വസ്തത ആചരിക്കുക. വിശ്വസ്തത എന്ന് പറഞ്ഞ വേർഡ്, ആ ലോയൽ എന്നുള്ള ഇംഗ്ലീഷ് വേർഡിൻ്റെ മുഴുവൻ അർത്ഥം പുറത്ത് കൊണ്ടുവരുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ഞാൻ അതിനെ എങ്ങനെ പറഞ്ഞുതരും? ഈ ലോയൽ എന്ന് പറഞ്ഞാൽ, ഈ പട്ടിയെ വളർത്തിയിട്ടുള്ളവർ ചിലർ പറയത്തില്ലേ, ആ പട്ടി ഭയങ്കര ലോയലാണ് അതിൻ്റെ യജമാനോട്, എന്തു വന്നാലും ലോയലായിരിക്കും. അതായത് ചില അതിൻ്റെ യജമാനൻ മരിച്ചു കഴിഞ്ഞാൽ പട്ടി അവിടെ കിടന്ന് തേങ്ങി കരയുന്ന കാണാം അല്ലേ. അതുപോലെ നായ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും വന്ന് യജമാനനെ രക്ഷിക്കും. അതാണ് ലോയൽറ്റി എന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നതാണ്. മൃഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് വെച്ചാൽ ചില സമയത്ത് മൃഗം മനുഷ്യനേക്കാളും നല്ല ക്വാളിറ്റി കാണിക്കാറുണ്ട് അല്ലേ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നായയുടെ ലോയൽറ്റിയെക്കുറിച്ച് സംസാരിച്ചത്. ഓക്കെ. സ്റ്റേ ലോയൽ ഇൻ. അതിന് ബൈബിളിൽ നിന്ന് ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാവേ. അത് ഒരു എന്താ പറയുന്നത്, ഒരു അമ്മായിയമ്മയും മരുമോളെയും കാണിച്ചു തരാം. അമ്മായിയമ്മയുടെ പേര് നവോമി, മരുമകളുടെ പേര് രൂത്ത്. നിങ്ങൾക്കറിയാം.
ഈ നവമിയുടെ കഥ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. നവമി എന്ന് പറയുന്ന ആ ലേഡി ഇസ്രയേലിൽ ഒരു പ്രാവശ്യം വലിയ ക്ഷാമം ഉണ്ടായപ്പം തൻ്റെ ഭർത്താവും 2 ആൺമക്കളുമായിട്ട് മോവാബ് ദേശത്ത് പോയി താമസിച്ചു. ആ 2 ആൺമക്കൾ അവിടുത്തെ 2 സ്ത്രീകളെ വിവാഹം കഴിച്ചു. പക്ഷേ നവമിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഭർത്താവും 2 ആൺമക്കളും മരിച്ചു. അതായത് നവമിക്കുള്ള സകലതും നവമിക്ക് നഷ്ടപ്പെട്ടു പോയി. ശേഷിച്ചത് നവമിയും 2 മരുമക്കളും. അവസാനം നവമി തീരുമാനിച്ചു, ഞാൻ എൻ്റെ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. നീ അമ്മായിയമ്മ തീരുമാനിച്ചു കഴിഞ്ഞപ്പം ഈ 2 മരുമക്കളും വന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു, ഞങ്ങളും കൂടെ വരാമെന്ന്. പക്ഷെ നവമി നിർബന്ധിച്ചു, വേണ്ട, നിങ്ങൾ വളരെ യങ്ങാണ്, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ നാട്ടിൽ പോയി അവിടെ സെറ്റിൽഡായി ജീവിച്ചോളൂ, ഈ വയസ്സായ ഞാൻ നിങ്ങളെ എങ്ങനെ നോക്കാനായിട്ടാണെന്ന് പറഞ്ഞപ്പം നിർബന്ധിച്ചപ്പം ഒരു മരുമകൾ തിരിച്ചുപോയി. പക്ഷെ നമ്മുടെ കഥാപാത്രം നവോമിയുടെ കൂടെ രൂത്ത് എന്ന് പറഞ്ഞൊരു മരുമോൾ ഇങ്ങനെ പറഞ്ഞു, നീ പോകുന്നിടത്തൊട്ട് ഞാൻ പോകും, നിന്റെ ദേശം എൻ്റെ ദേശം, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് കൂടെ അങ്ങ് നിന്നു. ഇതിനെയാണ് ലോയൽറ്റി എന്ന് പറയുന്നത്. ഇവരുടെ ബന്ധം എന്താണ് ശരിക്കും ആലോചിച്ച് നോക്കിക്കേ. അമ്മായിയമ്മയും മരുമകളും അവരെ കണക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഇവരുടെ നവമിയുടെ മകനായിരുന്നു അല്ലേ, അല്ലെങ്കിൽ രൂത്തിൻ്റെ ഭർത്താവ്. ആ മനുഷ്യൻ ഇപ്പം ഇല്ല, മരിച്ചുപോയി. ഈ ബന്ധത്തിൽ നിന്ന് രൂത്ത് പുറകോട്ട് പോയാൽ ആരും ഒന്നും പറയത്തില്ല. ഈ വയസ്സായ സ്ത്രീയെ നവമിയെ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യം ഒന്നും ആർക്കില്ല, രൂത്തിനില്ല. പക്ഷെ എങ്കിലും താൻ അമ്മായിയമ്മയായിട്ട് കണ്ട ആ വ്യക്തിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനായിട്ട് ഈ വ്യക്തി ഇറങ്ങി വരിക. ഇതൊക്കെ എന്താ പറയുക, റെയറസ്റ്റ് ഓഫ് റെയർ കേസാണ്. ഓക്കെ, അവരാ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് അല്ലേ. എന്നിട്ട് ഇവിടെ വന്നു, അവർ അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി, നവമിയുടെ കൂടെ വന്ന്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ കാണിച്ചു തരാം. രൂത്തിൻ്റെ ലോയൽറ്റിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. രൂത്ത് ഭർത്താവ് മരിച്ചിട്ടും തൻ്റെ അമ്മായിയമ്മയെ ടേക്ക് കെയർ ചെയ്യാൻ, പണിയെടുത്ത് തൻ്റെ അമ്മായിയമ്മയെ നോക്കാൻ റെഡിയായി വരികയാണ് അല്ലേ. ഈ പ്രായമായ യാതൊരു ബെനിഫിറ്റ്സും അതിലില്ലാന്ന് നിങ്ങൾ ഓർക്കണം. നമ്മൾ മനസ്സിലാക്കുക, എന്തെങ്കിലും കണ്ടുകൊണ്ട് ഇത്രയും സ്വത്ത് അവിടെയുണ്ട് അതുകൊണ്ട് അത് കിട്ടും എന്നൊന്നും വിചാരിച്ചല്ല. രൂത്തിൻ്റെ മുമ്പിൽ യാതൊന്നും ഇല്ല പ്രോമിസിങ് ആയിട്ട്. പക്ഷെ രൂത്ത് നവമിയുടെ കൂടെ നിൽക്കുകയാണ്, ഒരു ലോയലായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇനി ഞാൻ മറ്റൊരു വശവും കൂടെ കാണിച്ചു തരാനായിട്ട് പോവുകയാണ്. നമ്മൾ യൂഷ്വലി ഇതേ ശ്രദ്ധിക്കാറുള്ളൂ, രൂത്തിൻ്റെ ലോയൽറ്റി. ഇനി നവമിയെ നിങ്ങൾക്ക് കഥ അറിയാവുന്നവർക്കറിയാം. രൂത്ത് പണിയെടുത്തുകൊണ്ട് വന്ന് നവമിക്ക് ഭക്ഷണം കൊടുക്കുന്നു. ചിലവരാണെങ്കിൽ ചിന്തിക്കും, വയസ്സാം കാലത്ത് എനിക്ക് കാലൊക്കെ തിരുമ്മി തന്നു ഭക്ഷണം വെച്ച് തരാൻ ഒരു പെങ്കൊച്ചായി ഫ്രീ ആയിട്ട് അവിടെ നിന്നോട്ടെ എന്ന് നവമി വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു, എല്ലാ ബന്ധങ്ങളും നന്നാവുന്ന എപ്പോഴാണെന്നറിയാമോ? മ്യൂച്വൽ റെസ്പെക്റ്റ്, മ്യൂച്വൽ ലവ്, ഇത് വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും വേണം മ്യൂച്വൽ ലോയൽറ്റി. നവമി രൂത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ ചെറുപ്പക്കാരിയായ കൊച്ച് എൻ്റെ കൂടെ ജീവിക്കുകയാണ്. നവമി എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. അവൾക്ക് വേണ്ടിയിട്ട്, അവൾ ചെറുപ്പമായിരുന്നുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ബോവസിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന ആ സ്റ്റോറി ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അവളെ ഒരു ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യിക്കാൻ ഈ അമ്മായിയമ്മയായിരുന്ന നവമി മുൻകൈ എടുത്ത് അത് ചെയ്തു അല്ലേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ലോയൽറ്റി കാണിച്ചു. ബന്ധങ്ങൾ ഞാൻ മനസ്സിലാകുന്നുണ്ടോ? ഒരു വശത്തുനിന്ന് മാത്രം ലോയൽറ്റി കാണിക്കുന്നു, ഒരു വശത്തുനിന്ന് മാത്രം അനുസരണം. അവിടെയാണ് മറ്റേ ആൾ വ്യക്തി എന്താണെന്നറിയാമോ? അങ്ങനെ മാത്രം ഒരു ഭാഗത്തുനിന്ന് മാത്രം സ്നേഹിക്കുകയും ഒരു ഭാഗത്തുനിന്ന് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മറ്റേ സൈഡിൽ നിൽക്കുന്ന വ്യക്തികൾക്കൊരു പേര് പറയാറുണ്ട്, റിലേഷൻഷിപ്പ് എക്സ്പ്ലോയിറ്റേഴ്സ്. എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ചൂഷണം ചെയ്യുക. ബന്ധങ്ങളിൽ നിന്ന് മാക്സിമം ഊറ്റിയെടുക്കാൻ പറ്റുന്നത് ഊറ്റിയെടുക്കുന്ന സ്വഭാവമുള്ള ചിലരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നവമി ചിന്തിക്കുകയാണ്, എനിക്ക് വയസ്സാം കാലത്ത് നോക്കാൻ ഒരു പെങ്കൊച്ചു കൂട്ടായല്ലോ എന്ന് വിചാരിച്ച സന്തോഷത്തോടെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ രൂത്ത് നിന്നേനെ. പക്ഷേ ആ കേസിൽ ഞാനിപ്പോൾ രണ്ടാമത് പറഞ്ഞ ഭാവനയാണെങ്കിൽ സംഭവിച്ചിരുന്നതെങ്കിൽ നവമി ഒരു റിലേഷൻഷിപ്പ് എക്സ്പ്ലോയിറ്ററായി പോകത്തില്ലേ അല്ലേ. ആ രൂത്തിന് വേണ്ടിയും കൂടെ ഒന്ന് ചിന്തിക്കണ്ടേ? ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എന്തൊക്കെയാണെന്നറിയോ ഇതിൻ്റെ പ്രത്യേകത? അതായത് അവർക്ക് എന്തെങ്കിലും ആവശ്യം, റിലേഷൻഷിപ്പ് എക്സ്പ്ലോയിറ്റേഴ്സ്, ആ വേർഡ് ഓർക്കുക, ബന്ധങ്ങൾ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓടിയെത്തും.
അവരുടെ ആവശ്യം കഴിയുമ്പോൾ പിന്നെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല എന്ന് നമ്മൾ പറയില്ലേ. റിലേഷൻഷിപ്പിൻ്റെ എന്താവശ്യം ഉണ്ടാകും നടത്തിയെടുക്കുക. അതുപോലെ മറ്റേ വ്യക്തിക്ക് വേണ്ടി ഇച്ചിരി സമയം കൊടുക്കാനോ, ഇങ്ങോട്ട് സ്നേഹം തരുന്ന, ഇങ്ങോട്ട് കരുതൽ തരുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി കരുണ കാണിക്കാൻ ഒന്നും സമയം ഉണ്ടാവില്ല. എല്ലാം ഇങ്ങോട്ട് പോരട്ടെ, എനിക്ക് കിട്ടട്ടെ, സ്നേഹം കിട്ടട്ടെ, കരുതൽ കിട്ടട്ടെ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നവർ. അതുപോലെ അവർ കമ്മ്യൂണിക്കേഷനൊന്നും റെസ്പോൺസിബിളായിട്ട് ചെയ്യത്തില്ല. അതുപോലെ എമ്പതി എന്ന് പറയുന്ന സാധനം, എമ്പതി എന്ന് പറഞ്ഞാൽ ഞാനാണ് ആ മറ്റേ വ്യക്തിയുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ എന്താ എക്സ്പെക്റ്റ് ചെയ്യുമെന്നൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ചെയ്തു കൊടുക്കണം. ബന്ധങ്ങൾ ഭംഗിയാവുന്ന അല്ലെങ്കിൽ സന്തോഷമുണ്ടാവുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വശത്തുനിന്ന് മാത്രം ഒരാൾ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് പറ്റുമെന്നറിയാമോ? അവരുടെ നല്ല മനസ്സായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴുണ്ടല്ലോ അവർ ഇമോഷണലി ഡ്രെയിൻഡായി, ഫ്രസ്ട്രേറ്റഡായി, അവരുടെ സ്വഭാവമേ മാറിപ്പോകാൻ തുടങ്ങും. ചിലപ്പോൾ പ്രായമായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങോട്ട് ഒന്നും കിട്ടാഞ്ഞതുകൊണ്ട്, ഞാൻ വേറൊരു പ്രാവശ്യം അതിനെക്കുറിച്ച് പറഞ്ഞുതരാം, അവർ തന്നെ അവരല്ലാതായി മാറുക, അങ്ങനത്തെ ഒരു ഇതിൽ വരും. അപ്പം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പം ബന്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. എല്ലാ ബന്ധങ്ങളിലും നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും ഒരുപോലെയൊന്നും അല്ല. നമ്മൾ നല്ലത് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം ഇപ്പുറത്തൊന്നും നല്ലത് തന്നെ കിട്ടുമെന്നൊന്നും ഇല്ല കേട്ടോ. ബന്ധങ്ങൾ ചിലപ്പം നമ്മൾ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ടോക്സിക് ആകാം അല്ലേ. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാകാം. അതായത് ചില വിഷങ്ങളുണ്ടാകും ബന്ധങ്ങളിൽ, വിഷ സ്വഭാവമുള്ളവർ. അപ്പോൾ എന്തു ചെയ്യും? അതാണ് അടുത്ത പോയിന്റ്, സെറ്റ് പ്രോപ്പർ ബൗണ്ടറീസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മനുഷ്യബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ അതൊക്കെ ഒരു വൈഡ് ടോപ്പിക്കാണ് അല്ലേ, കുറേ അധികം സംസാരിക്കാണ്ട്. പക്ഷെ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകാം. സെറ്റ് പ്രോപ്പർ ബൗണ്ടറീസ്. അതിരെവിടെ വരയ്ക്കണം എന്നറിയണം ബന്ധങ്ങളിൽ. അതായത് ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ഒരു നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ആ ബന്ധത്തിലുള്ള വ്യക്തി നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അവരുമായിട്ടൊന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കൊരു എന്താ പറയുന്നത്, ഒന്നും കൂടെ ഒന്ന് നന്നായതുപോലെ തോന്നുക, അതിനൊരു സുഖമുണ്ട്. പക്ഷെ ചിലവർ വന്നു കഴിയുമ്പോഴത്തേക്ക് ആകെ അങ്ങ് ഡൗൺ ആയതുപോലെ, മനസ്സിലോട്ടൊരു വാള് കയറ്റിയതുപോലത്തെ ഒരു ഫീലിങ്. നമ്മൾ മനസ്സിലാക്കണേ, നമ്മളിത് പറയുമ്പം എപ്പോഴും നമ്മളെ മുറിവേൽപ്പിച്ചതേ ഓർക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ആ സ്ഥാനത്ത് നമ്മളും ചിലപ്പോൾ നിൽക്കാറുണ്ട്. നമ്മളും തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാനായിട്ട് മറ്റൊരാൾക്ക് വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വർത്താനം പറഞ്ഞോ, പക്ഷെ കേൾക്കുന്നവർക്ക് കൃപ ക്കേണ്ടതിന് നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും വായിൽ നിന്ന് പുറപ്പെടരുത്. അത് യാക്കോബ് ഭയങ്കര മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉണ്ടായിരിക്കട്ടെ. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ എല്ലാ ബന്ധങ്ങളും എന്തു മാറുമെന്നറിയാവോ? കേൾപ്പാൻ വേഗത, അതായത് ക്വിക്ക് ടു ലിസൺ. അതായത് ആരെങ്കിലും അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ രഹസ്യം പിടിച്ചെടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്ന. ക്വിക്ക് ടു ലിസൺ എന്ന് പറഞ്ഞാൽ മറ്റേ ആൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്, അത് ഞാൻ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരിക്കണം, കേൾപ്പാൻ വേഗത ഉണ്ടായിരിക്കണം. ഭർത്താവ് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റണം, ഭാര്യ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റണം, മക്കള് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റണം, മരുമോള് പറയുന്നത് അല്ലേ, അയലോക്കംകാർ പറയുന്ന എന്താ കാര്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ക്വിക്ക് ടു ലിസൺ, സ്ലോ ടു സ്പീക്ക്. സ്ലോ ടു സ്പീക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി താമസിച്ച് സംസാരിക്കുക എന്നല്ല, പക്ഷേ ഒന്ന് ആലോചിച്ചിട്ട് സംസാരിക്കുക. ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഉണ്ടാകാൻ പോണ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചിട്ട്. കാഷ്വൽ ടോക്കിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് സംസാരിക്കാൻ പഠിക്കേ. കേൾക്കാൻ നല്ല വേഗത ഉണ്ടാകട്ടെ, പറയാൻ താമസം ഉണ്ടാകട്ടെ, കോപത്തിന് താമസം ഉണ്ടാകട്ടെ. റിലേഷൻഷിപ്പിന് ബ്യൂട്ടിഫുൾ അഡ്വൈസാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ തന്നേക്കുന്ന ആ കാര്യം. ഞാൻ ബൗണ്ടറീസിനെ കുറിച്ചാണ് പറയുന്നത്. അതിര് വരയ്ക്കാൻ പറ്റണം. ചിലർ വന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ അത് എവിടെ വെച്ച് നിർത്താൻ പറ്റണം, ആ ഒരു അതിര് പ്രോപ്പറായിട്ട് വരയ്ക്കാൻ പറ്റണം. ചോക്ക് വെച്ച് വരയ്ക്കുക എന്നുള്ളതല്ല. ഒരാളോട് കൂടുതൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നെങ്കിൽ
പറഞ്ഞിട്ടും അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഓക്കെ, അത് കാഷ്വലായിട്ട് എടുക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പഠിക്കണം, അല്ലേ? പ്രോപ്പറായിട്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പള്ളിയിൽ വന്നിരിക്കുകയാണ്, അപ്പോൾ ഒരാളിങ്ങനെ ഭയങ്കരമായിട്ട് മൂക്ക് ചീറ്റുന്നു, ചുമയ്ക്കുന്നു ഒക്കെ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ സൂക്ഷിക്കാൻ അറിയാം. എന്ത് ചെയ്യും? ഒന്നുകിൽ നമ്മളൊന്ന് മാറി നിൽക്കും, അല്ലേ? ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ആ ജലദോഷം ഇങ്ങോട്ട് പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മളാ ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു വൈറസ് ഇങ്ങോട്ട് പകരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പഠിക്കുക. എപ്പോൾ സാനിറ്റൈസർ യൂസ് ചെയ്യണമെന്ന് പഠിക്കുക. ഓക്കെ, സെറ്റ് പ്രോപ്പർ ബൗണ്ടറീസ്. ഞാൻ പറഞ്ഞത് ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ മനസ്സിന് നമുക്ക് ആരോഗ്യം വേണം. അതിന് ബൗണ്ടറീസ് വരയ്ക്കേണ്ടടുത്ത് എല്ലാവരോടും ബൗണ്ടറി വെച്ച് ആരോടും ഇടപെടാതിരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്കറിയാം ഏത് ബന്ധത്തിലാണ് ആ പ്രശ്നം വരുന്നത്, അവിടെ എങ്ങനെ വരയ്ക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ മാനസിക അവസ്ഥ മോശമാക്കുന്ന കാര്യമാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യുക. ചില കേസസിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പും ആവശ്യം വരും. ഇനി നമ്മൾ യേശുവിൻ്റെ എക്സാമ്പിൾ നോക്കിക്കാം. യേശു കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു, കുറേ നേരം മിനിസ്ട്രി ഒക്കെ ചെയ്തായിരുന്നു. പക്ഷേ എപ്പം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ സമയം വേണോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കണോ, യേശു കർത്താവിനെ ഇടയ്ക്ക് നമ്മൾക്ക് കാണാം, അല്ലേ? അവരെ വിട്ടിട്ട് പോയി മാറിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ക്വയറ്റ് ടൈം വിത്ത് ഗോഡ് യേശുവിന് ആവശ്യം ഉണ്ടായിരുന്നു, അത് എടുക്കുമായിരുന്നു. അല്ലാണ്ട് അയ്യോ ഞാൻ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ഇത്രയും പുരുഷാരം വന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് മാറിപ്പോണത്? പുരുഷാരം ഇങ്ങനെ കൂടി വന്ന് ശിഷ്യന്മാർ ടയേർഡായപ്പോൾ യേശു ശിഷ്യന്മാരോട് എന്താ പറഞ്ഞെന്നറിയാമോ? പോയി അല്പസമയം വേറിട്ട് ആശ്വസിച്ചു കൊള്ളുവിൻ, കുറച്ചു നേരം ഒരു മാറിയിരിക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം സെറ്റ് പ്രോപ്പർ ബൗണ്ടറീസ്. ഇനിയും ഈ പ്രോപ്പർ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ബന്ധങ്ങൾ നല്ലതാ, പക്ഷെ ബന്ധങ്ങളിൽ നമ്മളെ ദുരുപയോഗം ചെയ്യരുത്, അതും ഓർക്കുക. അങ്ങനെ ചെയ്യുമ്പോഴും പ്രോപ്പറായിട്ട് അതിരെവിടെ വരയ്ക്കണമെന്ന് മനസ്സിലാക്കുക. ബന്ധങ്ങളിൽ ദുരുപയോഗം ചെയ്യാൻ പാടില്ല, അബ്യൂസ് ഉണ്ടാകാൻ പാടില്ല. ആ ബന്ധമാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ്, എനിക്ക് തോന്നുന്ന പോലെ എല്ലാം ചെയ്യാം, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അത് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ബന്ധങ്ങളിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കട്ടെ, ദൈവം അതിനുള്ള വിസ്ഡം തരട്ടെ. ഓക്കെ, ഇനിയും എല്ലാ ബന്ധങ്ങളെയും കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഞാനും നിങ്ങളും ഓക്കെ എല്ലാവരും മനുഷ്യരാണ്. ബന്ധങ്ങളിൽ തെറ്റുകൾ പറ്റാം, പക്ഷെ ബന്ധങ്ങളിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡിസ്പ്ലേ ഗ്രേസ് ആൻഡ് ഫോർഗീവ്നെസ്. ഡിസ്പ്ലേ ഗ്രേസ് ആൻഡ് ഫോർഗീവ്നെസ്. കരുണ കാണിക്കാൻ നമ്മൾ പഠിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനും നിങ്ങളും മനുഷ്യരാണ്. ദൈവം നമ്മളോട് കരുണ കാണിച്ചല്ലേ, അർഹിക്കാത്ത ഒരു കരുണയാണ് കാണിച്ചത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബന്ധങ്ങളിലും ഉണ്ടല്ലോ ചിലപ്പം മനുഷ്യർ തെറ്റുകൾ പറ്റിപ്പോകും. അവിടെയാണ് നമ്മൾ കരുണ കാണിക്കേണ്ട ആവശ്യം. നമുക്ക് മുടിയനായ പുത്രൻ്റെ ആ ഉപമ കർത്താവ് പറഞ്ഞതറിയാമല്ലേ? ആ പിതാവിനോട് ആ മകൻ ചെയ്തത് എന്താണ്? എനിക്ക് തരാനുള്ളതെല്ലാം ഇങ്ങ് താന്ന് പറഞ്ഞിട്ട് അപ്പനോട് പറഞ്ഞു, എനിക്ക് തരാനുള്ള ഷെയർ മുഴുവൻ ഇങ്ങ് തന്നേക്കെന്ന് പറഞ്ഞാൽ നല്ല അപ്പനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നത്. അതെല്ലാം മേടിച്ചുകൊണ്ട് പോയിട്ട് ഈ ദുർനടപ്പുകാരനായ മകൻ മറ്റൊരു സ്ഥലത്ത് പോയി താമസിച്ച് കിട്ടിയ പൈസയെല്ലാം ദൂർത്തടിച്ച് പാപികളോടുകൂടെയൊക്കെ സന്തോഷിച്ച് എല്ലാം കളഞ്ഞ് അവസാനം പന്നികളുടെ കൂടെ ജീവിക്കുന്ന ഒരവസ്ഥ വന്നു. നല്ല വീട്ടിലെ പയ്യനായിരുന്നല്ലേ, പക്ഷെ അങ്ങനെ ആ അവസ്ഥയിൽ കിടക്കുമ്പം ഈ മകനൊരു ഓർമ്മ വരികയാണ്, എൻ്റെ വീട്ടിൽ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, എൻ്റെ വീട്ടിലെ ജോലിക്കാർ ഇതിലും ഭംഗിയായിട്ട് ജീവിക്കുന്നു, ഞാനിവിടെ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുവാണല്ലോ എന്ന് വിചാരിച്ചപ്പം ഈ പുത്രൻ തിരിച്ച് ആ അപ്പൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. കർത്താവ് മനോഹരമായിട്ട് ആ ദൈവസ്നേഹത്തെ പ്രകടിപ്പിച്ചു തരുന്ന ആ പിതാവിൻ്റെ ചിത്രം വരച്ച് ഉപമ ഇങ്ങനെയാണ് പറഞ്ഞത്, ദൂരത്ത് നിന്ന് ആ അപ്പം കണ്ടു മകൻ വരുന്നത്, അല്ലേ? ആ മകന് സുബോധം വന്നപ്പം മകൻ തിരിച്ചു വരികയാണ് അപ്പൻ്റെ അടുക്കലോട്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ അപ്പം പറയുകയാണ്, നീ എൻ്റെ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞാലോ? ബന്ധങ്ങളിൽ മിസ്റ്റേക്ക് വരാം. ആ മകൻ അപ്പനോട് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്, മുഴുവനും പോയി അവന് കൊടുത്ത്, അവൻ നല്ലൊരു ഷെയറും മേടിച്ചോണ്ടായിരിക്കും പോയതല്ലേ, അത് മുഴുവൻ നശിപ്പിച്ച് ഇനി ഒന്നുമില്ലാതെ തിരിച്ചു കയറി വരുന്നേ. എന്നിട്ടും അപ്പൻ എന്താ ചെയ്തത്? ആ മകനെ ചേർത്ത് പിടിച്ചല്ലേ, അവൻ്റെ വിരലിൽ മോതിരം അണിയിച്ചു, നല്ല ഉടുപ്പ് ഇടിയിച്ചു.
ജീവിതത്തിൽ ബന്ധങ്ങളിൽ ചിലപ്പോഴൊക്കെ ഇതുപോലെ മറുതലിച്ചു പോകുന്ന, നമ്മൾ എത്ര സ്നേഹിച്ചിട്ടും ബന്ധങ്ങളിലുള്ള അപ്പനുണ്ടാകാം, അമ്മയുണ്ടാകാം, മക്കളുണ്ടാകാം, ആര് വേണമെങ്കിലും, ഭർത്താവാകാം, ഭാര്യയാകാം, അതിൽ നിങ്ങളുടെ സുഹൃത്താകാം, ഇതുപോലെ നമ്മളെ വേദനിപ്പിച്ചിട്ടൊക്കെ പോകാം. പക്ഷേ വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കരുണ കാണിക്കാൻ, ക്ഷമിക്കാൻ മറക്കരുത്. ചില ബന്ധങ്ങൾ, നമ്മൾ ഹെൽത്തി റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ചിലത് അൺഹെൽത്തി ആയി പോകാറുണ്ട്. പക്ഷെ അവിടെയും നമ്മൾ കരുണ കാണിക്കുമ്പം ചില ബന്ധങ്ങളെ വീണ്ടും പണിയാൻ ദൈവം നമ്മളെ സഹായിക്കും. എനിക്കറിയാം, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ബന്ധങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോയത്. പക്ഷെ ചില കാര്യങ്ങളെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, ബന്ധങ്ങളെ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കുവാൻ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുറച്ചും കൂടെ സ്നേഹം ഒന്ന് പ്രകടിപ്പിക്കാൻ, അല്ലേ, സ്നേഹം കരുതലായിട്ട്, അതായത് മറ്റേ ആൾക്ക് ഉറപ്പ് വരണം, എനിക്ക് വേണ്ടി കരുതുന്നുണ്ടെന്ന്. ആ ഉറപ്പില്ലാതെ ജീവിക്കുന്നത് എത്ര ശൂന്യകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. മര്യാദയ്ക്കൊന്ന് വർത്താനം ഹൃദയം തുറന്ന് പറയാൻ പറ്റാതെ 4 ചുവരുകൾക്കുള്ളിൽ കടന്നുറങ്ങുന്ന എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ കുടുംബങ്ങളിൽ ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ. പക്ഷെ ബന്ധങ്ങൾ നന്നാകുമ്പോഴുണ്ടല്ലോ, പലപ്പോഴും നമ്മുടെ പല വേദനകൾ, പല രോഗങ്ങളുടെ ഒക്കെ കാരണം ഈ ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഈ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ഒന്ന് ബന്ധം നന്നാക്കിയാൽ, ഒന്ന് ക്ഷമ ചോദിക്കാൻ ഒരു മനസ്സുണ്ടായാൽ, കുറച്ച് പിടിവാശികളൊക്കെ ഒന്ന് വിട്ടുകൊടുത്താൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈഗോയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, അഹങ്കാരമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് സെർവ് ചെയ്യാനായിട്ട്, ഒന്ന് കാല് കഴുകാനുള്ളൊരു മനസ്സുണ്ടായാൽ, ബേസിക് നീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചെയ്തു കൊടുക്കുമ്പോഴുണ്ടല്ലോ, എന്നെ പ്രായമായാലും ഞാൻ വീക്കായാലും ഉണ്ടാകും കൂടെ എന്നൊരു ഉറപ്പ് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ, അത് ഒത്തിരി അർത്ഥം തരും. കർത്താവ് പഠിപ്പിച്ചു, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഏറ്റവും വലിയ കൽപ്പനകൾ ഇതല്ലേ. നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ലൊരു തീരുമാനം എടുക്കാം. ബന്ധങ്ങളെ നന്നാക്കുവാൻ ഞാൻ എന്നാലാകുന്നത് ഞാൻ ചെയ്യുമെന്ന് തീരുമാനിക്കുക. ഗോഡ് ബ്ലെസ് യു.